ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നിങ്ങൾ എവിടെ ആയിരിക്കും പ്രസവിക്കുക? പെട്ടെന്ന് നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ ചോദ്യം കേട്ടിട്ട്? ഞെട്ടണം, കാര്യമൊന്നുമല്ല. ഇത് പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ടാണ്. നിങ്ങൾ എവിടെ ആയിരിക്കും പ്രസവിക്കുക? വീട്ടിലായിരിക്കുമോ? ഹോസ്പിറ്റലായിരിക്കുമോ? ഈ കാലഘട്ടത്തിലും 18ാം നൂറ്റാണ്ടിൻ്റെ ചിന്താഗതിയും വെച്ച് ജീവിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഈ മതങ്ങളും മതവിശ്വാസങ്ങളൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെന്ന് വളരെ അധികം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നാലും ഈ സമൂഹത്തിൻ്റെ അകത്ത് മൊത്തത്തിൽ ആൾക്കാർ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മതത്തിൻ്റെ മേൽ അല്ലെങ്കിൽ മതം കൊണ്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ തന്നെ സ്വന്തം വീടിൻ്റെ അകത്ത് സ്ത്രീകളെ തന്നെ ഒന്നാമത് ഈ പറഞ്ഞ ഈ പെറ്റുകൂട്ടുന്ന യന്ത്രമായിട്ട് കാണുക. രണ്ട്, അവരെ വീടിൻ്റെ ഉള്ളിൽ തന്നെ തറച്ചിടുകയും പിന്നെ ഹോസ്പിറ്റൽ പോലും കാണാതെ വീടിൻ്റെ അകത്ത് തന്നെ പ്രസവിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലം ഈ 2025 നടക്കുന്നുവെങ്കിൽ അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്ത് പോകേണ്ടത്? ആര് ദയവായി മതത്തിൻ്റെ ഇത് വെച്ചിട്ട് ഇത് കൂട്ടിക്കെട്ടരുത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്താണ് ആ ഒരു സ്ത്രീ ചെയ്ത തെറ്റ്? ആ സ്ത്രീ മരിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകി സ്വന്തം വീട്ടിൻ്റെ അകത്ത് ആ സ്ത്രീ മരിച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ ഞെട്ടിക്കുന്ന കാര്യമായി പുറത്തു വന്നിരിക്കുന്നത്. മലപ്പുറത്താണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യം, അതിനകത്ത് നാട്ടുകാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. വിശദമായിട്ട് ആ വീട്ടിലേക്ക് കിടക്കാം. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുമോ, വീട്ടിൽ പ്രസവിക്കുമോ? ദയവായി കമൻറ്റ് ചെയ്യുക. അറിയണം, നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്കറിയണം. നിങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുമോ അതോ ഇതിനെയൊക്കെ അംഗീകരിക്കുമോ എന്ന് അറിയണം എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് വിഷയത്തിൽ കിടക്കാം. നിഷാദ്, ഞാനിപ്പോൾ ഉള്ളത് ഈ വീട്ടിലാണ്. ഈ പ്രസവം നടന്നെന്ന് പറയുന്ന ഈ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പം അല്പം മുമ്പ് പോലീസ് വന്ന് ഇവിടെ ക്രോസ് ലൈനൊക്കെ സ്ഥാപിച്ചു. ഈ പ്രസവം സംഭവിച്ച ഉടൻ തന്നെ ഇയാൾ ഈ കുഞ്ഞിന്റെ ഫോട്ടോ ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത് അതിനുശേഷം ആ സമയത്ത് കണ്ടോ, 5 കുട്ടികൾ. ഇപ്പം ഈ ഒരു സ്ത്രീ 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 5 കുഞ്ഞുങ്ങൾക്ക്. ഈ 5ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. പക്ഷെ മരണപ്പെട്ട സമയത്തും ആ കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇയാൾ സ്റ്റാറ്റസ് ഇടാൻ മറന്നിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ ആരുടെ? ആ സ്ത്രീക്ക് എന്താണ് ആ സ്ത്രീക്കുള്ള വാല്യൂ ഇയാൾ കൊടുത്തേക്കുന്നത്? ആളുടെ കഥ പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ ചിലപ്പം നിങ്ങൾ മതത്തിൻ്റെ അധികമായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം പറയും, നീ ആരാണ് ഇത് ചോദിക്കാൻ? നീ ഏത് മതത്തിലുള്ളവൻ? നീ നിൻ്റെ മതത്തിലുള്ള കാര്യം നോക്കിയാൽ. ഞാൻ ഒരു മതത്തിൻ്റെയും ആളും അല്ല, ഒരു മതത്തിൻ്റെയും വക്കാലെടുത്തേക്കുന്ന ആളുമല്ല. ഞാൻ നോക്കുന്നത് മനുഷ്യരായിട്ടാണ്. ഞാനൊരു മനുഷ്യൻ എന്നുള്ള ലെവലിലാണ്. അല്ലാതെ മനുഷ്യൻ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഇന്ന് പിൽക്കാലത്ത് അതിന് കുറേ അധികം സാങ്കല്പിക കഥ എനിക്കും പറ്റും ഒരു ദൈവത്തിനെ ഉണ്ടാക്കാൻ. എനിക്കും പറ്റും വേണമെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഭാവനാ സൃഷ്ടി ഉണ്ടാക്കാൻ. വേറൊന്നുകൊണ്ടല്ല, അഹങ്കാരമൊന്നുമല്ല. അത് മനസ്സിലാക്കാൻ കുറേ അധികം ചിന്തിക്കേണ്ടി വരും. ആഴത്തിലേക്കുള്ള കാര്യമാണ്. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ സ്ത്രീ കൊല്ലപ്പെട്ടതല്ലേ, ആ സ്ത്രീയെ കൊന്നതല്ലേ, അതിന് നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അത് കാരണം അങ്ങനെയാണ് തന്നെ ഇവർ മരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവർ ഇവിടെ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീടിന്റെ ഉടമസ്ഥൻ തന്നെ ഇപ്പോൾ നമ്മളെ തന്നെ വിളിച്ചാണ് പറഞ്ഞു, ഇങ്ങനെ ഒരു മരണ വാർത്ത കേൾക്കുന്നുണ്ട്, അത് ചെന്ന് അന്വേഷിച്ചോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. മൂപ്പര് നമ്പറിൽ കോൺടാക്ട് ചെയ്തു. മൂപ്പര് ഫോൺ എടുക്കണില്ല. പിന്നെ ഇവിടെ മലപ്പുറം ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ എന്നോട് സംസാരിച്ചത്. നമ്മൾ അറിഞ്ഞിട്ടില്ല സംഭവം എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ഏത് സ്റ്റേഷൻ പരിധിയിലാന്ന് ചോദിച്ചു. അങ്ങനെ മലപ്പുറം സ്റ്റേഷൻ പരിധിയിലാണ്. പിന്നെ മൂപ്പര് ഫോൺ കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പോലീസാണ് നമ്മൾ വിളിച്ചത്. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേമാതിരി അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരും ചോദിച്ചത്. അഡ്രസ്സൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ഈ മരിക്കണ വിവരം നമ്മൾ അറിയണത്. ഇങ്ങനെ മരിച്ചെന്നുള്ളതും ഇങ്ങനെ പെരുമ്പാവൂർക്ക് അവർ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ നിന്ന് ആണ് ഇതിങ്ങനെ. അതായത് രാഖി രാമാനം ആ സ്ത്രീ പ്രസവിച്ചു, അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചു. 5ാമത്തെ കുഞ്ഞെന്തോ ആണ് കേട്ടോ. പ്രസവിച്ചതിന് ശേഷം രാഖി രാമാനം ആ മൃതദേഹത്തിന് ഇവിടെ നിന്ന് എന്താ പറയുക, പെരുമ്പാവൂരോടെയോ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. മറവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അയാൾ കൊണ്ടുപോയി, ആരെ അറിയിച്ചിട്ടില്ല, പരിസരവാസികൾ അറിയിച്ചിട്ടില്ല, മറ്റൊരു ആൾക്കാർ അറിഞ്ഞിട്ടില്ല. സംഭവം നടന്നത് വളരെയധികം ഗൂഢമായൊരു പരിപാടി. ഇനി നമ്മൾ പലതരത്തിൽ കാണാറ് കേൾക്കാറൊക്കെ ഉണ്ടല്ലോ. അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അരിങ്കൊലകൾ നമ്മുടെ നാട്ടിൽ, നരബലികൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഈ ഒരു കാര്യത്തിൻ്റെയൊക്കെ അന്വേഷണം നടക്കുമോ ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ഓക്കെ, പലതും ഈ പറഞ്ഞ കണക്കിന് ഇങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിൽ തീപ്പൊരി പോലെ വന്നതിന് ശേഷം അത് പെട്ടെന്ന് കെട്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞ അന്വേഷണത്തിലേക്ക് പറഞ്ഞു. കാരണം അയാൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അടക്കം സ്റ്റാറ്റസ് ഇട്ടു എന്നാണ് പറയുന്നത്. ആ സ്ത്രീയുടെ മരണം നടന്നിട്ടും ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ചില്ലറയ്ക്കുള്ള കഴപ്പൊന്നും പോരാ. എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെ പറ്റുന്നു. ഇവിടെ ആരും അയൽവാസികളെ പോലും അറിയിക്കാതെ ആരും അറിഞ്ഞിട്ടില്ല. അയൽവാസികളെ തൊട്ടടുത്ത് മുമ്പ് വണ്ടി നിർത്തുന്ന വീടുണ്ട്. ആ വീട്ടിൽ പോയിട്ട് ഞാൻ അന്വേഷിച്ചു രാവിലെ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അറിഞ്ഞിട്ടില്ല, വണ്ടി നല്ല രാത്രി ഇവിടെ നിന്ന് പോയിക്കണു. പിന്നെ ഈ മക്കളും മൂപ്പര് വൈഫോ അവർ കുടുംബസമേതം താമസിക്കും. എന്ത് ജോലിയായിരുന്നു മൂപ്പർക്ക്? ജോലി എന്ന് പറഞ്ഞാൽ മൂപ്പര് കാസർഗോഡ് ഇവിടെ പള്ളിയിലാണ് ഫസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ അതിനുശേഷം മൂപ്പര് ഇങ്ങനെ പ്രസംഗത്തിന് ഇതിനൊക്കെ പോകാൻ ചാനലുണ്ട് മൂപ്പർക്ക്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്കുള്ളൂ. മതപ്രഭാഷകൻ, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആളൊരു മതപ്രഭാഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾ പള്ളിയിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരാളൊക്കെയാണ്. ഈ പള്ളിയിൽ ഈ മറ്റുള്ള വിശ്വാസങ്ങളും ആരാധനകളൊക്കെ ആൾക്കാർ ദയവായി അവരാരും ഇതിനകത്ത് ഞാൻ അങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു വിചാരിക്കരുത്. ഈ അവിടേക്കുള്ള ആൾക്കാർ ഈ പല ഇപ്പോൾ ഉസ്താദുമാരുടെ പേരിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ,
ഈ നമ്മുടെ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. പല മറ്റേ സന്യാസി എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ പരിപാടികളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ അകത്തുള്ള കുറേ ആൾക്കാരുടെ സംഭവങ്ങൾ പുറത്തു വരാറുണ്ട്. അന്ധമായി വിശ്വസിക്കുന്നവർ അതൊക്കെ അവരൊന്നും തെറ്റുകാരല്ല എന്ന് പറയും. എന്നാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ള ആൾക്കാർ പറയും തെറ്റായിട്ട് തന്നെ പറയും. ഇതിനകത്ത് നിങ്ങൾ ഈ വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള എന്താണ് മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇയാൾക്ക് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ അകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും ഉളുപ്പുമില്ലാതെ വന്ന് മതപ്രഭാഷണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുക, മതത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? അപ്പോൾ ഈ ചോദിക്കണം ചോദ്യം, മതം ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെയാണോ പഠിപ്പിക്കുന്നത് എന്നാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെയൊക്കെയുള്ള ഒരു വിവരമാണ് നമ്മൾക്കുള്ളത്. മൂപ്പരത് പള്ളിയിൽ ജോലി ചെയ്യണം. ഈ അയൽവാസികളായിട്ടൊക്കെ എങ്ങനെയാണ്? അയൽവാസികളായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. മൂപ്പരായിട്ടൊന്നും അത്ര വലിയൊരു ബന്ധമൊന്നുമില്ല. മൂപ്പര് എന്താ വെച്ചാൽ രാവിലെ ഇതിപ്പോ പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് ബന്ധപ്പെട്ട് നമ്മുടെ അവരെ അഡ്രസ്സ് ചോദിച്ചു, ഇത് എവിടെ സ്ഥലം, നിങ്ങൾ ബിൽഡിംഗ് ഓണർ അല്ല എന്നുള്ള നിലയ്ക്ക് ബിൽഡിംഗ് ഓണർ ആണെന്നുള്ള ഇതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ എത്തുന്നത് നേരത്തെ പരിചയം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാടകയ്ക്ക് വരുന്നത്? ഇവിടെ പറയാനങ്ങാടി നമ്മളപ്പുറത്ത് ഒരു വീട്ടിലാണ് മൂപ്പര് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് അവർക്ക് നമ്മൾ അറിയില്ല, അങ്ങനെ സംഭവം നമുക്കറിയില്ല. അങ്ങനെ ഇപ്പം അങ്ങനെ ഓരോരുത്തർ ഇവിടെ പറയുന്നത് നമ്മൾ കേൾക്കണമെന്നുള്ളൂ, നമ്മളങ്ങനെ സംഭവം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഇതിപ്പം ഇവിടുത്തെ ഈ വീടിന്റെ ഉടമസ്ഥൻ ആ പുള്ളിക്കാരൻ്റെ പുറകിൽ കുറേ അധികം ദുരൂഹതകൾ ഉള്ളതുപോലെ ചികിത്സ നടക്കുന്നു, മറ്റത് മറിച്ചത്, ആ വീട്ടിനകത്ത് എന്തൊക്കെ നടക്കുന്നുള്ളടക്കം. പക്ഷേ ആ ഹൗസ് ഓണർ ഒരു തരത്തിൽ പോലും അയാളെ തള്ളി പറയുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ആ ഒരു സ്ത്രീയുടെ ആ ഒരു മരണവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തുള്ളൊരു വേദനയോടുകൂടി സംസാരിക്കുകയൊന്നുമില്ല. നമ്മളെ ഒരു മനുഷ്യജീവിയാണല്ലോ, അയാൾ പ്രസവിച്ചു മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പുറത്ത് വന്നേക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ പറഞ്ഞു. എന്നാൽ പോലും അതിനകത്തൊന്നും ആ പുള്ളിക്കൊന്നും അതൊന്നും ഒരു ലാഘവം പോലും ആ മുഖത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, എനിക്കറിയില്ല. സംസാരിച്ചപ്പോൾ വാർഡ് മെമ്പർ കൂടി നമ്മളൊപ്പം ചേരുകയാണ്. പ്രദേശത്ത് കോഡൂർ പഞ്ചായത്തിലാണ്, കോഡൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇവിടെ ചികിത്സ ഉണ്ടായിരുന്നു എന്നുള്ള അറിയില്ല, അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അതായത് പുറത്തൊക്കെ ചികിത്സയ്ക്ക് പോകും, ചികിത്സാ പരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ വാർഡ് മെമ്പർ അറിഞ്ഞിട്ടില്ല, ഹൗസ് ഓണർ അറിഞ്ഞിട്ടില്ല, ഇവരാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ആൾക്കാർ വന്നിട്ട് പോകാറുമില്ല, ചികിത്സാ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടു, ആ ഒരു സ്ത്രീ പ്രസവിച്ച് മരണപ്പെട്ടു എന്ന് പറയുന്ന ആ സമയത്ത് ദുരൂഹതയുണ്ടെന്ന് ചിന്തിക്കാനുള്ള കാരണം പോലും ഇതാണ്. അതിനുശേഷം വാർഡ് മെമ്പർ പറയുന്നുണ്ടോ, അറിയത്തില്ല, നമ്മളൊന്നും അറിയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇവർ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്താണ് ഇവരെല്ലാവരും അറിഞ്ഞില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് ആ പുള്ളി എടുത്തെടുത്ത് ചോദിക്കുന്നു, ഇവിടുത്തെ എന്തോ ഒരു ചികിത്സാ പരിപാടികളൊക്കെ നടക്കുന്ന കാര്യം അല്ല അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. കൊള്ളാം. പോകുന്നാണുള്ളത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതെ, ആത്മീയമായിട്ട് ഉസ്താദ് എന്നുള്ള രീതിയിലാണ് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ ഉസ്താദ്, ഓക്കെ, ഉസ്താദ് അത് മതപണ്ഡിതനാണ് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു. കുറച്ച് മുമ്പ് ഹൗസ് ഓണർ പറഞ്ഞു തൊട്ടപ്പുറത്തെ ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് ഇങ്ങോട്ട് ഒരു അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയുന്നവർ തന്നെയാണ്. അഥവാ ആ സ്ഥലത്ത് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇങ്ങോട്ട് കുറച്ച് തൊട്ടപ്പുറത്ത് താമസിച്ചിട്ട് ഇങ്ങോട്ട് മാറി, എന്നിട്ട് ഉസ്താദ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്, പറച്ചിൽ എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അറിയില്ല. പിന്നെ ആരുമായിട്ടും അധികം സംസാരിക്കലോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അപ്പുറമൊക്കെ നമ്മൾ പോകുമ്പോൾ ഇവിടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സുഖമില്ലെന്ന് ചോദിക്കുക, അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നല്ല, അത് പോകുക എന്നുള്ള ഒരു സംഗതിയാണ്. ആരായിട്ടൊരു പരിചയമില്ല. ഈ മരണം ഇന്നലെ രാത്രിയോട് കൂടി സംഭവിച്ചു എന്നാണ് കരുതുന്നത്. അതായത് പോലീസും മറ്റും വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞാൻ അവിടെ ഗർഭിണി എന്നുള്ളത് തന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല, രീതിയിൽ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിലൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ പുറത്തൊക്കെ വരാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് സ്ത്രീകളോട് ചോദിക്കുന്നത്, ഗർഭിണിയാണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആശാ വർക്കേഴ്സിനും അത് അറിഞ്ഞിട്ടില്ല ഗർഭിണിയാണെന്നുള്ളതിലാണ്. ഗർഭിണിയാണെന്ന് ഗർഭം വരെ മറച്ചു വെച്ച്, ഇനി ഗർഭിണിയായിരുന്നു ആ സ്ത്രീ അതിനകത്ത് വെച്ച് പ്രസവിച്ച് അതിനുശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ആരും അറിയത്തില്ല. ഈ ഒരു കാര്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുക. അപ്പോൾ ആ സ്ത്രീയെ ഹോസ്പിറ്റൽ എന്നുള്ള സാധനം കാണിച്ചിട്ടില്ല. അഥവാ ആ സ്ത്രീ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ആ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസത്തെ ചെക്കപ്പ്, അതെങ്ങനെയാണ് ഫീറ്റസിൻ്റെ വളർച്ച, മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള പോഷകാഹാരങ്ങളും മറ്റുള്ളതും മറിച്ചതും കൊടുക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം അടക്കമുള്ള ഒരു കാര്യങ്ങളും പാലിക്കാതെ ഒരു സ്ത്രീയെ തടങ്കലിൽ വെച്ചുകൊണ്ടുള്ള പരിപാടി പോലെ ആയിരുന്നു ആ സാരം. എന്തായത് അല്ലേ? നമ്മുടെ കേരളത്തിലാ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെയപ്പോൾ നമ്മൾ ഇളകിയില്ലേ? നമ്മൾ അതേ കേരളത്തിലുള്ള ആൾക്കാരാണ്. നമ്മുടെ മലപ്പുറത്ത് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്വന്തം നാടായിട്ടുള്ള മലപ്പുറത്താണ് ഇത് നടന്നിരിക്കുന്നത്. കൊള്ളാം, വ്യക്തമായ ഉദാഹരണമാണ്. സൂപ്പർ. ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു കുട്ടികളെ രാവിലെ സ്കൂളിൽ ആക്കും, കുറേ കുട്ടികളെ മുറ്റത്ത് 4 കുട്ടികൾ, ഇവിടെ 2-3 കുട്ടികൾ ഇവിടെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, മുറ്റത്ത് കളിക്കുന്നത് കണ്ടിട്ടില്ല. അല്ല നമ്മുടെ സ്കൂളിലല്ല. ഈ 4-5 ഒക്കെ പ്രസവിക്കുന്നതൊക്കെ അവരവരുടെ കപ്പാസിറ്റി പോലെയൊക്കെ പ്രസവിപ്പിക്കട്ടെ. പക്ഷേ ഈ പ്രസവിപ്പിക്കുന്ന പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥ കൂടെ ചിന്തിക്കണം. ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന എന്തെല്ലാം തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ,
മറ്റുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ്, ഇനി PCOD മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഹോസ്പിറ്റലിലോ പോലൊന്നും കൊണ്ടുപോകാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള ഹോസ്പിറ്റൽ പരിപാടികളൊന്നും ഇല്ലാതെ സ്വന്തം വീട്ടിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുക. അപ്പോൾ അയാൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്തൊക്കെയോ ചികിത്സ നടത്തുന്നുള്ള കാര്യമൊക്കെ സംഭവം ഏതാണ്ടൊക്കെ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇതിനകത്ത് നിന്ന് എന്തോ പരിപാടികളുണ്ട്. കണ്ടിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇവർ എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ പുറത്തേക്കൊന്നും കാണാറില്ലായിരുന്നു എന്നുള്ളതാണ്. അയൽവാസികളുമായിട്ടൊന്നും അത്തരത്തിൽ യാതൊരു ബന്ധവും അല്ലെങ്കിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനകത്ത് ഇപ്പം ഇന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ കാഫില എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എനിക്ക് വല്ല കിട്ടുമോ നോക്കട്ടെ. കാഫില, ഇത് ഞാൻ കാഫില യൂട്യൂബ് ചാനലുണ്ടോ? അതൊരു ഹിന്ദി ചാനലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അറബ് വാക്കാണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആവണമെന്നില്ല സംഭവം വരുന്നത്. കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന മെഷീനാണെന്ന് കരുതി കാണും. സീരിയസ്ലി, അതത്രേ ഉള്ളൂ. വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്നു ചിലർ. അതൊക്കെ അതേ മതത്തിൽ തന്നെ പെട്ട ആൾക്കാർ തന്നെ സംസാരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രസവ യന്ത്രം വാങ്ങിക്കാം. സീരിയസ്ലി, ഇതിപ്പോൾ ഒരെണ്ണം പോയല്ലോ, ഇനി അടുത്തൊരു പ്രസവ യന്ത്രം വാങ്ങിക്കാം, അടുത്തൊരു പെണ്ണിനെ കെട്ടിയാൽ മതിയല്ലോ, നമുക്ക് വീണ്ടും പ്രസവിപ്പിക്കാം. നമ്മളെ എഞ്ചിൻ ഇരിക്കുകയല്ലേ, യമഹയുടെ എഞ്ചിൻ, അതുകൊണ്ട് നമുക്ക് എത്ര വേണം പ്രസവിപ്പിക്കാം. ഇനി വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൽ എത്രയോ വീടുകൾ ഇതുപോലെ പ്രസവം ആര് പറയാൻ നടക്കുന്നുണ്ടെന്ന് അറിയാമോ? അച്ഛൻ പോലും അറിയത്തില്ല, അമ്മയും മോളും മാത്രം അറിയുന്ന. ഇത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്നുണ്ട്. ഇനി ഇല്ലാ കഥകൾ ഉണ്ടാക്കാൻ വരുന്ന വരും, വെള്ളാപ്പള്ളിയുടെ വർഗീയത ചർച്ചയില്ലാതെ പോകുമെന്നൊക്കെ പറയുന്നു. ഹോസ്പിറ്റലാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രസവ സമയത്ത് മരണം ഉണ്ടാകുന്ന സ്വാഭാവികം. പണ്ട് കാലം എല്ലാ വീടുകളിലും തന്നെ പ്രസവിച്ചിരുന്നു. ന്യായീകരണം, അതായത് ന്യായീകരണം തുടങ്ങിക്കഴിഞ്ഞു. ന്യായീകരണം എഴുകൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം പണ്ട് കാലത്ത് നടന്നിട്ടുണ്ടല്ലോ, അതാ പറഞ്ഞേ, പണ്ട് കാലത്തുള്ള നടന്നിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തെ പോലെ ജീവിച്ചാൽ പോരെ. ഈ കാലഘട്ടത്തിൽ ജീവിക്കണ്ടല്ലോ. പണ്ട് കാലത്ത് കാറില്ലായിരുന്നു, ബൈക്കില്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി, മറ്റ് പരിപാടികളൊന്നും ഇല്ലല്ലോ. അതുപോലെ ജീവിക്കാൻ പറ്റും. ന്യായീകരിക്കുക. വേറൊരു കാര്യമുണ്ട്, ഇതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഈ പുള്ളിയെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. മലപ്പുറം രാജ്യത്തിൽ ഇതും ഇതിലപ്പുറം നടക്കും. പ്രസവ മെഷീൻ കേടാകും, പക്ഷേ അടിച്ചു പോയാൽ നന്നാക്കി എടുക്കാൻ പാടാ. നിങ്ങൾക്ക് എത്ര പ്രസവ മെഷീൻ വേണമെങ്കിലും മേടിക്കാം, അപ്പം കോയപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലുണ്ട്. ഹലാലായ പ്രസവവും മരണവും നമ്മുടെ പെണ്ണുങ്ങളെ ഔറത്ത് കാഫിറുകളായ ഡോക്ടർമാർ കാണാൻ സമ്മതിക്കില്ല. ഇനി ഏതെങ്കിലും കാഫിർ ഡോക്ടർ ഔറത്ത് എല്ലാം കണ്ട് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കും. കളിയാക്കലുകളും ഇതൊക്കെ സംഭവിക്കുന്നു ഈ സമയത്ത്. എൻ്റെ അഭിപ്രായത്തിൽ ദീനികളായ മുസ്ലിം സ്ത്രീകളെല്ലാം വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കാട്ടുകള്ളൻ ഹക്കീമിൻ്റെ ടീം എന്നൊക്കെ പറയുന്നു. വൈഫ് പെരുമ്പാവൂർ, ഹസ്ബൻഡ് ആലപ്പുഴ, ലിവിങ് ഇൻ മലപ്പുറം. സംഘികൾക്ക് ഇതിനപ്പുറത്തുനിന്നാണ്. ഇതിനകത്ത് ഒരു കമൻറ്റ് ഞാൻ കണ്ടതായിരുന്നു, ബട്ട് ആ കമൻറ്റ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. ഇതിനകത്തൊരു കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ വ്യക്തി വേറെ ചില ആൾക്കാരുമായിട്ടുള്ള ഓരോ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ഇപ്പോഴും ചോദിക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കുമോ വീട്ടിലായിരിക്കുമോ പ്രസവിക്കുക? ഈ ഒരു സാഹചര്യത്തിൽ ആ മരണപ്പെട്ട സ്ത്രീയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മതവും മാറ്റിവെക്കുക, മനുഷ്യനായിട്ട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? എന്തുവാടേ, എന്തൊരു പെയിനാടേ പ്രസവം എന്ന് പറയുന്നത് തന്നെ. എന്ത് പെയിനാണ്. നമ്മളെല്ലാവരും ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളിത് കാണുന്നു, നമ്മളെല്ലാവരും വന്ന ഒരു യോനിയിൽ കൂടെയാണ്, അല്ലെങ്കിൽ വയറിലെ കീറി പടർന്ന് പുറത്തെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ നഷ്ടപ്പെട്ടതിന് ശേഷം അയാൾ സ്റ്റാറ്റസ് ഇടുന്നു. അയാൾ മതപ്രഭാഷകനാണ്, മതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല കഥ എന്തായിരിക്കും? സമൂഹത്തിന് കൊടുക്കുന്ന നല്ല മെസ്സേജ് എന്തായിരിക്കും? എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം മറ്റേ വെള്ളാപ്പള്ളി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു സ്ഥലത്തെ, ഒരു പ്രാദേശികമായ ഒരു സ്ഥലത്തെ മൊത്തത്തിലൊരു മതത്തിൻ്റെ പേരിലോ ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും മോശപ്പെട്ടതെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മലപ്പുറത്തൊക്കെ എത്ര നല്ല സുഹൃത്തുക്കളുണ്ട്, വിവിധ മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ളവരുണ്ട്. അങ്ങനെ മലപ്പുറത്തുള്ള എല്ലാ മുസ്ലിംസും മോശപ്പെട്ടവരാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. എത്രയോ നല്ല മനുഷ്യരുണ്ട്. അങ്ങനെയൊന്നും ഒരു നാടിനെ അങ്ങനെ അപമാനിക്കുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. പക്ഷേ ഇതിനെയൊക്കെ വെള്ളപൂശാൻ കഴിയുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾക്ക് മനുഷ്യത്വവുമില്ല. പരമകാരുണികനായ ദൈവം ഇവിടെ ഭൂമിയിലേക്ക് എല്ലാം അവതരിച്ച് ഉണ്ടാക്കി തരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാലും പരമകാരുണികനായ ദൈവം പറഞ്ഞോ ചെയ്യാൻ പറയാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ മതത്തിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുതെന്നുള്ള കാര്യമാണ്. കഷ്ടം. ആ ഒരു ദീനയായ സ്ത്രീയുടെ നിര്യാണത്തിൽ എന്താ പറയുക, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വേണ്ടി കാണുന്നത്.
ബൈ.